ഡി ജി പ്രൊഫൈലിൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ സീമാൻ പ്രൊഫൈലിലെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മളുടെ പേര്, വീട്ടുപേര്, സർനെയിം, ഇനിഷ്യൽ, മൊബൈൽ നമ്പർ, ഇവയൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, നമ്പർ ആയാലും അല്ല ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും ഇതൊക്കെ പുതിയത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിലവിലുള്ളവ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡി ജി പ്രൊഫൈലിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതിന് നമുക്ക് വേറെ ആരുടെ ഏജൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയോ സഹായത്തിന് പോകേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇൻഡോസ് പ്രൊഫൈലിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എങ്ങനെ കറക്ഷൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഡി ജി ഷിപ്പിങ്ങിൻ്റെ സൈറ്റിലേക്ക് പോവുക. ആദ്യം ഡി ജി ഷിപ്പിങ്ങിൽ ഇ ഗവേണൻസിൽ കയറുക. ഓക്കെ, ഇ ഗവേണൻസിൻ്റെ ഈ ഒരു പേജാണ് ഓപ്പൺ ആക്കുന്നത്. ഡയറക്റ്റ് ഡി ജി ഷിപ്പിങ്ങിൻ്റെ തന്നെ പേജാണ്. ഇതിൽ ഇ ഗവേണൻസ് മേലിൽ റൈറ്റ് സൈഡിലുള്ളത്. ഇ ഗവേണൻസിൽ സീഫെയറേഴ്സ് രജിസ്ട്രേഷനിൽ കയറുക. ഇവിടെയാണ് നമ്മുടെ ഇൻഡോസ് പ്രൊഫൈൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കാണാനും സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ വന്നിരിക്കുന്നത് 3 ബോക്സാണ് വന്നിരിക്കുന്നത്. ഇതിൽ സീഫെയറേഴ്സ് എന്ന് എഴുതിയിരിക്കുന്ന ബോക്സിൽ അതിൽ റിക്വസ്റ്റ് ഫോർ പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്ഷൻ ഇൻ സീഫെയറേഴ്സ് പ്രൊഫൈൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ വന്നിരിക്കുന്ന ഒരു ബോക്സാണ്. അതിൽ റിക്വസ്റ്റ് ഫോർ കറക്ഷൻ, അതിൽ വീണ്ടും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക മേലിൽ കോർണറിൽ. അപ്പോൾ വരുന്ന ഈ ബോക്സിൽ ഈ ഒരു ബോക്സിൽ, അതായത് നമ്മൾ ഇൻഡോസ് പ്രൊഫൈലിൽ നമ്മുടെ സീഫെയറേഴ്സ് പ്രൊഫൈലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതാണ് ലെഫ്റ്റ് സൈഡിൽ എക്സിസ്റ്റിംഗ് പ്രൊഫൈൽ എന്നുള്ളൊരു ഇതിൻ്റെ താഴെ. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ റൈറ്റ് സൈഡിലെ കോളംസ് എല്ലാം ബ്ലാങ്ക് ആണ്. അത് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ ഫില്ല് ചെയ്യേണ്ടതാണ്. നമുക്ക് എന്ത് കറക്ഷനാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടത്, അത് നമ്മുടെ റൈറ്റ് സൈഡിലെ കോളത്തിലാണ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിലെ കോളമെല്ലാം ബ്ലാങ്ക് ആണ്. അതിൻ്റെ മുകളിൽ പ്രപ്പോസ്ഡ് ചേഞ്ചസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുക. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എല്ലാ കോളംസും നമ്മൾ ഈ സീഫെയറേഴ്സ് പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ എൻ്റെ പേരിൽ ഞാൻ സർനെയിം ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഫുൾ നെയിം മാത്രമേ എൻ്റെ പേര് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിൽ മിഡിൽ നെയിമോ സർനെയിമോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് സർനെയിം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർനെയിം ഇവിടെ ബ്ലാങ്ക് ആണ്, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രപ്പോസ്ഡ് ചേഞ്ചസ് എന്നുള്ളതിൽ റൈറ്റ് സൈഡിൽ ഞാൻ എനിക്ക് വേണ്ട സർനെയിം ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എനിക്ക് എൻ്റെ മൊബൈൽ നമ്പർ, ഞാനിത് സീഫെയറേഴ്സ് പ്രൊഫൈൽ തുടങ്ങിയപ്പോൾ കൊടുത്ത നമ്പറാണ്, അത് പുതിയ നമ്പർ ഞാൻ ആഡ് ചെയ്യാണ്. അതും റൈറ്റ് സൈഡിലെ കോളത്തിൽ അതിൻ്റെ നേരെ തന്നെ റൈറ്റ് സൈഡിലെ കോളത്തിൽ ടൈപ്പ് ചെയ്തു. ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളുടെ പാസ്പോർട്ടിൻ്റെ പാസ്പോർട്ട് അതിൻ്റെ കളർ സ്കാൻഡ് കോപ്പി അറ്റാച്ച് ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ കളർ സ്കാൻഡ് കോപ്പി നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട്, അതായത് പി ഡി എഫ് ഫയലായിരിക്കണം, കളർ സ്കാൻഡ് കോപ്പി അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ കാണിക്കും നമ്മളുടെ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അറ്റാച്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. താഴെ സബ്മിറ്റ് ഫോർ കറക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബോക്സാണ് വരുന്നത്, കൺഫർമേഷൻ. അതായത് നമ്മൾ ചെയ്ത റിക്വസ്റ്റ് അത് സക്സസ്ഫുള്ളായിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ 48 മണിക്കൂറാണ് പറയുന്നത്. 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കൊടുത്ത കറക്ഷനെല്ലാം ഓൾറെഡി അപ്ലോഡ് ആവും നമ്മളുടെ ഡി ജി പ്രൊഫൈൽ.
ഇത്രയേ ഉള്ളൂ കാര്യം.